തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് മരവിപ്പിച്ച് ഹൈക്കോടതി എന്നുള്ളതാണ്. ദേശീയപാതയിലെ യാത്രാ ദുരിതത്തെ തുടർന്ന് ടോൾ റദ്ദു ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിലാണ് നടപടി. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, അവിടുത്തെ യാത്രാ ദുരിതം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ്. വലിയ വലിയ കുഴികളാണ് റോഡിൽ. ആ കുഴികൾ താണ്ടി അവിടെ പോയി ടോള്, അതും ചില്ലറ പണമല്ല. ഈ പൈസ ചോദിക്കുമ്പോഴേക്കും ആളുകൾ രോഷപ്പെടുന്ന ദൃശ്യങ്ങൾ കുറേ അധികം നാളായി വരുന്നുണ്ട് അവിടെ. എന്തായാലും കോടതി ശരിയാവണ്ണം ഇടപെടുന്നു. വിഷ്ണു, അത് ഒരുപക്ഷെ ചരിത്രപരമായ തീരുമാനമെന്ന് പറയേണ്ടതുമാണ്. രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി പല ഘട്ടങ്ങളിലും സ്വീകരിച്ചതും പറഞ്ഞതും. അതോടൊപ്പം തന്നെ ഈ ദുരിതമുള്ള യാത്ര ചെയ്യുന്ന ആളുകൾ എന്തിനാണ് നിങ്ങൾക്ക് ടോൾ തരുന്നതെന്ന പലകുറി കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റി വ്യക്തമാക്കിയത് ഈ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയുടെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 2.8 കിലോമീറ്റർ മാത്രമാണ് പ്രശ്നമുള്ളത്. ആ പ്രശ്നം കൊണ്ട് ഈ ടോള് മരവിപ്പിക്കുന്നതോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകരുതെന്നായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി വ്യക്തമാക്കിയതൊപ്പം ചീഫ് സെക്രട്ടറി തലത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി യോഗം വിളിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിക്ക് മുമ്പാകെ നാഷണൽ ഹൈവേ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ഒക്കെ അറിയിച്ചെങ്കിലും നിലവിൽ ജനങ്ങളുടെ ദുരിതം കണ്ടുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ഈ കേസ് പരിഗണിച്ച പല ജസ്റ്റിസുമാരും വളരെ വ്യക്തമായി പറഞ്ഞത്, ഞങ്ങൾ പോലും ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ യാത്രാ ദുരിതവും ബുദ്ധിമുട്ടും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഇതിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാകും. ടോൾ പിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. സഞ്ചാരയോഗ്യമായ റോഡ് ഉറപ്പാക്കാൻ, അത് ഉറപ്പാക്കുന്നതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 4 മാസത്തെ ശരിക്കും 4 ആഴ്ചത്തേക്ക് ഈ ടോള് താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. 3 ഹർജികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഈ തൃശൂർ മണ്ണൂത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വന്നത്. പെട്ടെന്ന് കോടതി തീരുമാനത്തിലേക്ക് പോകുന്നതല്ല. കോടതി തന്നെ പലയാവർത്തി ചോദിച്ചു, ഇത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണെങ്കിൽ, ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന റോഡാണെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരോട് ടോൾ നിങ്ങൾ പിരിക്കുക എന്ന് കോടതി ചോദിച്ചു. ഒരാഴ്ചയ്ക്കും നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വരുമെന്ന് കുറേ നാൾ മുന്നേ തന്നെ കോടതി അവിടെ മുന്നറിയിപ്പ് നൽകി. അപ്പോഴൊക്കെ ഈ ദേശീയപാത അതോറിറ്റി ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞ് കോടതിയിൽ ഉരുണ്ട് കളിക്കുകയായിരുന്നു. എന്തായാലും ഈ തീരുമാനം ദേശീയപാത അതോറിറ്റിയും ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിച്ച തീരുമാനമാവില്ല. വിഷ്ണു, ഹാഷ്മി, ഇതിന് നേരത്തെ, അതായത് ഇതിനു മുൻപ് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ടോള് പിരിവ് റദ്ദ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പറയണമെന്ന്. അപ്പോഴാണ് നാഷണൽ ഹൈവേ വ്യക്തമാക്കിയത്, ഈ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ഓൾട്ടർനേറ്റീവ് റോഡുകൾ, സർവീസ് റോഡുകൾ അത് നവീകരിച്ചുകൊണ്ട് അതിലൂടെ ഗതാഗതം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിച്ചെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. 4 ആഴ്ചത്തേക്കാണ് അവിടുത്തെ ടോൾ പിരിവ് നിലവിൽ തടഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്താണ് ഈ 4 ആഴ്ച കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന നടപടികൾ, ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ, ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം. ടോള് ഇനി പിരിക്കണമോ അതല്ലെങ്കിൽ തൽസ്ഥിതി തുടരുമോ എന്ന കാര്യത്തിൽ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. കാരണം നേരത്തെ ജില്ലാ കളക്ടർ തന്നെ അവിടെ ടോൾ പിരിവ് താൽക്കാലികമായി മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അത് പിന്നീട് അദ്ദേഹം തന്നെ പിൻവലിച്ചിരുന്നു. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു പ്രഷറൊക്കെ കൊണ്ടാണ് അത് പിൻവലിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നിലവിൽ ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ജനങ്ങൾ ആ വഴിയിലൂടെ പോകുന്നത് ദുരിതപ്പെട്ടാണ്. നമ്മൾ തന്നെ എത്രയോ തവണ അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. മണിക്കൂറുകളോളാണ് അവിടുത്തെ ഗതാഗത കുരുക്ക് നീണ്ടുകിടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് പകുതി സമയം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ഈ റോഡിൽ കിടക്കേണ്ട സാഹചര്യമുണ്ട്. അതിന്റെ പ്രശ്നപരിഹാരം ഇനിയും ആകുന്നില്ല. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ, റോഡ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്ന് പലതവണ ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.